ഹായ് ഹലോ ഡിയേഴ്സ്, അർച്ചന ചേച്ചി സീരിയലിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചിന്നുവിനെ കാണാതെ അർച്ചന ഒരുപാട് പേടിക്കുന്നുണ്ട്. അവൾ എവിടെ പോയി, നിങ്ങളെന്താ ഇതൊന്നും ആരും ഉത്തരം പറയാത്ത എന്നൊക്കെയുള്ള രീതിയിൽ മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് മഞ്ജുവിനും ഒരു ഉത്തരം പറയാൻ കിട്ടാതെ ആളാകെ പതറി നിൽക്കുന്നുണ്ട്. അത് അവൾ എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. എന്താ നിങ്ങൾ ആരും ഒരു ഉത്തരം പറയാത്ത, അവൾ ഇത്ര നേരമായിട്ട് കാണാനില്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് ആശങ്കപ്പെടുന്നുണ്ട്. കൂടാതെ ഓരോ ആൾക്കാരെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് അർച്ചന. പക്ഷെ ആരിൽ നിന്നും ഒരു പോസിറ്റീവായിട്ടുള്ള വിവരം കിട്ടാതെ ആകെ വെപ്രാളപ്പെടുന്നുണ്ട്. അങ്ങനെ അനിയന്മാരോട് കാര്യങ്ങൾ പറഞ്ഞ് പോയി തിരക്കാനായിട്ട് അന്വേഷിക്കാനായിട്ടൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അനിയന്മാർ വന്ന് പറയുന്നുണ്ട്, ചേച്ചി അവളെക്കുറിച്ച് ഒരു വിവരം കിട്ടിയിട്ടില്ല, അവൾ ഇന്ന് കോളേജിലും എത്തിയിട്ടില്ല എന്നാണ് വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ആകെ നെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട് അർച്ചന. അവൾ എവിടെ പോയി, കോളേജിൽ പോകാമെന്ന് പറഞ്ഞ് അവൾ എന്നോട് പറയാതെ എവിടെയും പോകലില്ലല്ലോ, ഇനിയിപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു വിജയശങ്കറിനെ എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ചിന്നുവിനെയും അതുപോലെ തന്നെ ചന്ദ്രലേഖയും കാണിക്കുന്നുണ്ട്. ചന്ദ്രലേഖയുടെ ആവശ്യപ്രകാരം ചിന്നുവിനെ ഒരു കൊടും കാട്ടിൽ, ഒരു കൊടും വനത്തിനുള്ളിലേക്ക് ആ രാത്രി സമയം കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഒരു അമ്പലത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ ചിന്നുവിനെ അവിടെ എത്തിക്കുന്നുണ്ട്. അങ്ങനെ ചിന്നു ചെറിയമ്മ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിൽ അവൾ പോകുന്നുണ്ട്. അവിടെ വെച്ച് നമ്മുടെ ചന്ദ്രലേഖ നമ്മുടെ ചിന്നുവിനെ ചതിക്കുന്നുണ്ട്. അവളെ ഭയപ്പെടുത്താനായിട്ടും അവളെ വലിയൊരു ചതിയിലേക്ക് തള്ളിവിടുന്നുണ്ട്. അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പതിയെ ചന്ദ്രലേഖ അവിടെ നിന്ന് മാറുന്നുണ്ട്. അങ്ങനെ ചെറിയമ്മ എന്ന് വിളിച്ച് ചിന്നു ചോദിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു അദൃശ്യമായിട്ടുള്ളൊരു മനുഷ്യൻ മുഖംമൂടിയൊക്കെ ധരിച്ച് ഒരാൾ വന്ന് നമ്മുടെ ചിന്നുവിനെ പേടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഓടി രക്ഷപ്പെടാനായിട്ടും ഒരുപാട് നിലവിളിച്ചും മുറവിളിച്ചും ഒക്കെ ചിന്നു ആ കാട്ടിനുള്ളിൽ ഓടി നടക്കുന്നുണ്ട്. പക്ഷേ മുഖംമൂടിക്കാരായ 2-3 പേർ അവളെ കരുതി കൂട്ടി തന്നെ പേടിപ്പിക്കാനും ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ പതറി ഓടുന്നുണ്ട് നമ്മുടെ ചിന്നു. ഈ സമയത്ത് നമ്മുടെ അർച്ചനയാണെന്നുണ്ടെങ്കിൽ അവൾ എവിടെ പോയി, എവിടെയാണ്, എങ്ങനെയാണ് എന്നൊന്നും ഒരു വിവരവും അറിയാതെ ആകെ സങ്കടപ്പെട്ടും നിരാശയോടുകൂടി നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അർച്ചനയെ ഭയപ്പെടുത്തിയിരുന്ന, അല്ലെങ്കിൽ അർച്ചനയെ ഒരുപാട് ആശങ്കയിലാക്കുന്ന ഒരു വിവരമായിട്ട് ഒരു ഫോൺ കോൾ വരുന്നുണ്ട് നമ്മുടെ അർച്ചനയ്ക്ക്.